വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഒരു പ്രൊഫഷണൽ ആകണമെങ്കിൽ CMA തന്നെ ചൂസ് ചെയ്യണം. കാരണം ഒരു കുറച്ച് എഫേർട്ടും ഹാർഡ് വർക്ക് ഇട്ടാൽ തന്നെ നമുക്കൊരു CMA ക്വാളിഫൈഡ് ആകാൻ പറ്റും. ഹായ്, എൻ്റെ പേര് റവാൻ. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാൻ കറൻ്റ്ലി CMA യൂസ് ചെയ്യുന്നു. ഡിഗ്രിക്ക് ശേഷം എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയപ്പോഴായിരുന്നു എനിക്ക് CMA യൂസിനെ പറ്റി എന്താണെന്ന് അറിയുന്നതും പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പേഴ്സണലി അന്വേഷിച്ചപ്പോൾ ഒരു 1 ഇയർ ഡ്യൂറേഷനാണ്. 1 ഇയർ കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊഫഷണൽ ആകാമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ CMA ചൂസ് ചെയ്തത്. എക്സാം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മളെപ്പോഴാണോ കൺവീനിയൻ്റ് ആകുന്നത്, നമ്മളെപ്പോഴാണ് പ്രിപ്പയർഡ് ആകുന്നത്, അപ്പോൾ നമ്മൾക്ക് ഈ എക്സാം എഴുതാം. ഡേറ്റ് ചൂസ് ചെയ്ത് നമ്മൾക്ക് എക്സാം എഴുതാം. മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പയർ ചെയ്യുമ്പോൾ എലാൻസിൽ ഹൈ പാസ് റേറ്റ്സ് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ എലാൻസ് ചൂസ് ചെയ്തത്. മെയിൻലി എലാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെയാണ്. രാഹുൽ സാറ്, ഇജാസ് സാറ്, സംഗീത മാം, ഇവരൊക്കെ നല്ല എൻ്റർടൈൻ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവർ ഇൻഡിവിജ്വലായിട്ടും ഓരോ സ്റ്റുഡൻസിനെയും നല്ലോണം നോക്കി പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ക്ലാസ് മിസ്സായാൽ തന്നെ നമ്മൾക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിലൂടെ നമ്മൾക്ക് ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് പോകാം. വീക്ക്ലി മെൻറ്റേഴ്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കൂടാതെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾക്ക് എക്സാം ടൈമിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഇവിടുത്തെ സ്റ്റാഫുകളും കോർഡിനേറ്റേഴ്സും മെൻറ്റേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തരാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ ഇവൻറ്റ്സ് വരുമ്പോൾ കോളേജ് പോലെ തന്നെ നല്ല ഇതിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഒരു പ്രൊഫഷണൽ ആകണമെങ്കിൽ CMA തന്നെ ചൂസ് ചെയ്യണം. കാരണം ഒരു കുറച്ച് എഫേർട്ടും ഹാർഡ് വർക്ക് ഇട്ടാൽ തന്നെ നമുക്കൊരു CMA ക്വാളിഫൈഡ് ആകാൻ പറ്റും.